കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. 8 മീറ്ററോളം ഭാഗത്തെ കല്ലുകൾ പൂർണ്ണമായും നിലം പതിച്ചു. റോഡിന് സമീപത്തെ കാവുങ്കൽ മജീദിന്റെ വീടിനടുത്തേക്കാണ് കല്ലുകൾ പതിച്ചത്. കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ് വീടിന് സമീപത്തെ ചാല് പൂർണ്ണമായും അടഞ്ഞു. മഴ തുടരുകയാണെങ്കിൽ ചാലിൽ വെള്ളം നിറഞ്ഞ് വീടിനുള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. നിർമ്മാണത്തിലെ അപാകതയാണ് ഭിത്തി തകരാൻ കാരണമെന്നും തുടക്കം മുതൽ ഇതിൻ്റെ അപാകതയെപ്പറ്റി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പക്ഷെ 40 മീറ്റർ അപ്രോച്ച് റോഡ് 4 വർഷമായിട്ടും പണി തുടങ്ങിയിട്ട് 4 വർഷമായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ആ വർക്കിലെ അപാകത നമ്മൾ ചൂണ്ടിക്കാണിച്ചു. കൃത്യമായ പ്ലാനോ അത് രൂപരേഖയോ ഇല്ലാതെ ഈ കരാറുകാരന് തോന്നിയ രൂപത്തിൽ പണിയെടുക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് എഞ്ചിനീയറും ഓവർസിയറും സൈറ്റിലേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഫില്ലർ കൊടുക്കാതെ ബെൽറ്റ് കൊടുക്കാതെ സൈഡിൽ കല്ല് കെട്ടിക്കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകുന്നു. ഇപ്പോൾ ചെറിയ മഴ 2 ദിവസം പെയ്തപ്പോഴേക്ക് അത് തൊട്ടടുത്ത വീട്ടിലേക്ക് ഈ പറയപ്പെടുന്ന 20 മീറ്ററോളം ഹൈറ്റ് പല ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ചില ഭാഗത്തേക്ക് 10 മീറ്റർ എത്തും, ചില ഭാഗത്ത് 20 മീറ്റർ ഉണ്ട്. ഈ കല്ലുകെട്ട് അങ്ങനെ തന്നെ മറിഞ്ഞു പോകും. ഇപ്പൊ അവിടെയുള്ള പോസ്റ്റും അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ പോസ്റ്റ് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ആളുകൾക്ക് ജീവഹാനി ഉൾപ്പെടെ സംഭവിക്കുന്ന വലിയ ഗുരുതരമായ അപകടത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത് കൽപ്പറ്റ ടൗണിൽ നിന്നും തുർക്കി, കൈതകൊല്ലി, അഡ്ലൈഡ്, ചുണ്ടപ്പാടി പ്രദേശങ്ങളിലെ 100 കണക്കിന് ആളുകൾക്ക് യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതും കൽപ്പറ്റയിൽ നിന്നും വെള്ളാരംകുന്ന് ഹൈവേയിലേക്ക് മിനി ബൈപ്പാസായി ഉപയോഗിക്കാവുന്നതുമായ റോഡാണിത്. മറിഞ്ഞു വീണ കല്ലുകൾ ഹിറ്റാച്ചി എത്തി റോഡിലേക്ക് മാറ്റാൻ തുടങ്ങിയെങ്കിലും നാട്ടുകാരിൽ ചിലർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പണി നിർത്തിവെച്ചു. വലിയ വാഹനങ്ങൾ റോഡിലൂടെ കടന്നുപോകുന്നത് തടഞ്ഞിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളിലെ ഭിത്തിയും തകർന്നു വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.